നിങ്ങളുടെ വീട്ടിൽ ഈ സമയത്ത് ദൂതന്മാരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? ഒരുപക്ഷേ നിങ്ങൾ അറിയാത്തതിന്റെ കാരണം ആ അടയാളങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണെങ്കിലോ? അതെന്തോ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ആ അടയാളങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? നാം സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഭയങ്കര പ്രകാശത്തിൽ, ഭയങ്കര തിളക്കമുള്ള, ചിറകുകളൊക്കെ ഉള്ള ഇടിമുഴക്കം പോലെയായിരിക്കും ദൂതന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെ. പക്ഷെ ബൈബിളിൽ സാധാരണമായ സ്ഥലങ്ങളിൽ പോലും ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അടുക്കളയിൽ, അല്ലെങ്കിൽ പൊടി നിറഞ്ഞ റോഡിൽ, അല്ലെങ്കിൽ കൂടാരത്തിന്റെ വാതിലിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും. ഉൽപ്പത്തി 18 നമ്മോട് പറയുന്നത് ദൂതന്മാരെയാണ് സൽക്കരിക്കുന്നത് എന്ന് മനസ്സിലാകാതെ തന്നെ തന്റെ വീട്ടിൽ ദൂതന്മാരെ ഭക്ഷണം കഴിക്കാനായിട്ട് അബ്രഹാം ഇരുത്തി എന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ ഏത് രീതിയിലും നമ്മുടെ വീട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ദൂതന്മാർ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ മറഞ്ഞിരിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത്, രാത്രി അസമയത്ത് ഉണരും. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അലാറം പോലും വയ്ക്കാതെ കിടക്കുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് വെളുപ്പിന് 2 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നു. ആരോ നിങ്ങളുടെ തോളിൽ തട്ടി ഉണർത്തിയതുപോലെ ഉണരുന്നു. ഈ സമയത്ത് പലരും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ? ബെഡ്ഷീറ്റ് പുതച്ചു മൂടി പിന്നെയും കിടക്കും. എന്നാൽ ബൈബിൾ നമുക്ക് വ്യത്യസ്തമായ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. ദൈവം ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ രാത്രിയിൽ അവരെ ഉണർത്താറുണ്ട്. 1 രാജാക്കന്മാർ 19 ഒരു ദൂതൻ ഏലിയാവ് ഉറങ്ങുന്ന സമയത്ത് അവനെ തൊട്ട് ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്ന്. സ്വപ്നത്തിലല്ല, ശരിക്കും ദേഹത്ത് തൊട്ട് എഴുന്നേൽപ്പിച്ചു. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കയ്യിൽ ഫോൺ എടുക്കാതെ പകരം പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതിനുശേഷം സംഭവിക്കുന്നത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം. രണ്ടാമത്തത്, മനസ്സിൽ ഭയങ്കര സമാധാനം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ നല്ല സമ്മർദ്ദത്തിലായിരിക്കാം. വീട്ടിൽ വരുന്ന ബില്ലൊന്നും അടച്ചിട്ടില്ല, ബന്ധങ്ങൾ താറുമാറായി കിടക്കുന്നു, നിങ്ങളുടെ മനസ്സ് പോലും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഒരു ഭയങ്കര സമാധാനം നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല താനും. ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമല്ല. ഫിലിപ്പിയർ 4:7 ഇതിനെ മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് അതീതമായ ദൈവിക സമാധാനം എന്ന് പറയുന്നു. ദൂതന്മാർ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ശുശ്രൂഷകരാണ്. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സമാധാനം നമ്മിൽ നിറയും. ലൂക്കോസ് 1 മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട ആ സമയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. അവളുടെ ലോകം തന്നെ തലകീഴായി മറഞ്ഞു. പക്ഷേ ദൂതൻ പറഞ്ഞ ആദ്യ വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്നായിരുന്നു. കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ സമാധാനം. ദൂതന്മാർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. മൂന്നാമത്തത്, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഒരു കാർ അപകടത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യത ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആ വഴിയിലൂടെ പോയിരുന്നെങ്കിൽ. പക്ഷേ തലേന്ന് രാത്രി ആ വഴിക്ക് പോകരുത് എന്ന് എന്തോ ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചു, അതുകൊണ്ട് ആ വഴി നിങ്ങൾ പോയില്ല. ഇത് ഭാഗ്യമല്ല. സങ്കീർത്തനം 91 വളരെ വ്യക്തമായി പറയുന്നു, അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് നിന്റെ എല്ലാ വഴികളിലും നിന്നെ സംരക്ഷിക്കാൻ കൽപ്പിക്കും. അവർ നിന്റെ പാദങ്ങൾ കല്ലിൽ മുട്ടാതെ നിന്നെ അവരുടെ കരങ്ങളിലേന്തും. നിങ്ങൾ വീഴുന്നതിന് മുമ്പ് തന്നെ ദൂതന്മാർ നിങ്ങളെ വഹിക്കുന്നുണ്ട് എന്ന് അക്ഷരാർത്ഥത്തിൽ ഈ വാക്യം വിവരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പല അനുഭവവും പലർക്കും ഉണ്ടാകും. അതിനെ ഭാഗ്യം എന്ന് വിളിക്കരുത്. അതിനെ വിളിക്കേണ്ട പേരാണ് ദൈവിക സംരക്ഷണം. നാലാമത്തത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഒരു പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കൃത്യമായി പറയും. നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് വ്യക്തിപരമായി മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു പലചരക്ക് കടയിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഓൺലൈൻ വഴിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുഖേനയോ നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ച ഒരു പ്രോത്സാഹന വാക്ക് കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എബ്രായർ 13:2 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അതിഥികളെ ഉപചരിക്കുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത്. ചിലർ അതിലൂടെ അറിയാതെ തന്നെ ദൈവദൂതന്മാരെ പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ദൂതന്മാർ ഏത് സമയത്തും ചിറക് വെച്ചിട്ട് തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ആവശ്യമുള്ള സമയത്ത് വാട്സപ്പ് മെസ്സേജ് വഴിയോ ഫോണിലൂടെയോ വരാം. ഇങ്ങനെയുള്ളവരെ അവഗണിക്കരുത്. അഞ്ചാമത്തത്, ഈ അടയാളം പലരും നിസ്സാരവൽക്കരിക്കാറുണ്ട്. പക്ഷെ ബൈബിൾ ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി കാണുന്നുണ്ട്. ഞാൻ കണ്ടത് സ്വപ്നമല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്വപ്നം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് ആ സ്വപ്നം നന്നായിട്ട് ഓർമ്മയുണ്ടാകും. പക്ഷേ നിങ്ങൾ ഉണർന്നു കഴിഞ്ഞിട്ട് അത് സത്യത്തിൽ സംഭവിച്ചതാണോ എന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പുണ്ടാകത്തില്ല. അതിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. എല്ലാ വിശദാംശങ്ങളും നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാകും. അതൊരു പക്ഷേ എന്തെങ്കിലും മുന്നറിയിപ്പുമായിരിക്കാം.
പലരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അത് വിട്ടുകളഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യാറുണ്ട്. പക്ഷെ ബൈബിൾ എല്ലാ സ്വപ്നങ്ങളെയും വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. മത്തായി 2:13 ഒരു ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുക എന്ന്. ആ സ്വപ്നത്തെ അനുസരിച്ചത് കാരണം കുഞ്ഞ് യേശുവിന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഉൽപ്പത്തി 28:16 യാക്കോബ് സ്വപ്നത്തിൽ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരെ കണ്ടു. എന്നിട്ട് ഉണർന്ന ഉടൻ തന്നെ അവൻ പറഞ്ഞു, യഹോവ നിശ്ചയമായും ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല എന്ന്. എല്ലാ സ്വപ്നങ്ങളും ദൈവികമല്ല, പക്ഷെ അതിൽ ചിലത് സ്വർഗം തന്നെ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എഴുതി വയ്ക്കുക, എന്നിട്ട് അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. 6, മിന്നൽ പോലെയോ അല്ലെങ്കിൽ അസാധാരണമായ ഒരു പ്രകാശമോ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശദീകരിക്കാനാകാത്ത പ്രകാശമാണ് നിങ്ങളുടെ വീട്ടിൽ ദൂതന്മാർ ഉണ്ട് എന്നതിൻ്റെ അടുത്ത ശക്തമായ അടയാളം. ഫ്ലാഷുകൾ പോലെയോ അല്ലെങ്കിൽ ഒരു മുറി മുഴുവൻ പെട്ടെന്ന് തിളങ്ങുന്നത് പോലെയോ ഉണ്ടാകാം. ബൈബിളിൽ ഇങ്ങനെയുള്ള പ്രകാശം പലപ്പോഴും ദൂതന്മാരുടെ സാന്നിധ്യവുമായിട്ടോ ദിവ്യ കാര്യങ്ങളുമായിട്ടോ ബന്ധമുള്ളതാണ്. ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണം അപ്പോസ്തലപ്രവൃത്തി 12:7 നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. കാരാഗൃഹത്തിൽ ഒരു ഉജ്ജ്വല പ്രകാശം തിളങ്ങി. ദൂതൻ പത്രോസിനെ ഒരു വശത്ത് തട്ടി അദ്ദേഹത്തെ ഉണർത്തി, വേഗം എഴുന്നേൽക്ക് എന്ന് ദൂതൻ പറഞ്ഞു. ആ സമയത്ത് പത്രോസിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഈ ഭാഗത്ത് ദൂതന്റെ കൂടെ വലിയ പ്രകാശം വന്നു എന്നതിനെ മാത്രമല്ല കാണിക്കുന്നത്, ദൈവിക ഇടപെടലിനെയും വിമോചനത്തെയും പ്രതീകപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിൽക്കുന്ന മുറി ഭയങ്കരമായിട്ട് പ്രകാശിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ചിലപ്പോൾ ഉറവിടമില്ലാത്ത വലിയ വെളിച്ചമോ ചെറിയ വെളിച്ചമോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ പ്രാർത്ഥനാ സമയത്തോ ധ്യാനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുന്ന സമയത്തോ ഈ പ്രതിഭാസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ദൂതന്മാർ കൂടെ തന്നെ ഉണ്ട് എന്ന സൂചന നൽകുന്നതാണിത്. ഇതേപോലൊരു സംഭവം ലൂക്കോസ് 2:9 നമുക്ക് കാണാൻ പറ്റും. കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. കർത്താവിന്റെ പ്രഭ അവർക്ക് ചുറ്റും തിളങ്ങി. ദൂതന്റെ ഒപ്പം വരുന്ന ഈ വെളിച്ചം ദൈവത്തിന്റെ മഹത്വത്തെയും സാന്നിധ്യത്തെയും പ്രതീകപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ കാലത്തും പലരും അവരുടെ ജീവിതത്തിൽ വന്ന് നിർണായകമായ സമയങ്ങളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെളിച്ചങ്ങൾ അവർ കണ്ടു എന്ന അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. 7, കൂടെയുണ്ട് എന്ന ബോധ്യം. നിങ്ങൾ നിൽക്കുന്ന മുറിയിലോ അല്ലെങ്കിൽ വീട്ടിലോ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് ദൂതന്മാർ അവരുടെ സംരക്ഷണവും സാന്നിധ്യവും വാഗ്ദാനം ചെയ്യുന്നതിനായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നതിൻ്റെ സൂചനയായിരിക്കാം. ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ആളുകൾ ദൂതന്മാരുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാന ഉദാഹരണം സങ്കീർത്തനം 91 നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് നിന്റെ എല്ലാ വഴികളിലും നിന്നെ സംരക്ഷിക്കാൻ കൽപ്പിക്കും. അവൻ നിന്റെ പാദങ്ങൾ കല്ലിൽ മുട്ടാതെ നിന്നെ അവരുടെ കരങ്ങളിലേന്തും. ഈ വാക്യം നമ്മെ സംരക്ഷിക്കുന്നതിനും നയിക്കുന്നതിനും വേണ്ടി തയ്യാറായിട്ട് ദൂതന്മാർ എല്ലാ സമയത്തും നമ്മോട് കൂടെയുണ്ട് എന്നത് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഒരുപക്ഷെ ഏകാന്തത അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ഭയങ്കര സമാധാനം നൽകുന്ന ഒരു സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ദൂതൻ തൻ്റെ ചിറക് കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ ആശ്വാസവും സുരക്ഷയും നല്ല ഉറപ്പും നിങ്ങൾക്കുണ്ടാകും. ഇത് നമ്മോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദാനിയേൽ 10 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു കരം എന്നെ സ്പർശിച്ചു. അപ്പോൾ കൈകളും കാൽമുട്ടുകളും ഊന്നി വിറച്ചുകൊണ്ട് ഞാൻ നിന്നു. അദ്ദേഹം എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക, നിവർന്നു നിൽക്കുക. എന്നെ ഇപ്പോൾ അയച്ചിരിക്കുന്നത് നിന്റെ അടുക്കലേക്കാണ് എന്ന് പറഞ്ഞു. ദാനിയേലിനെ ഒരു ദൂതൻ തൊട്ടു. ദാനിയേലിന്റെ ഈ ആവശ്യ സമയത്ത് അവൻ തനിച്ചല്ല എന്നും അവനെ ശക്തിപ്പെടുത്താനും ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുക്കാനും ഒരു ദൂതൻ അവന്റെ മുമ്പിൽ ഇറങ്ങി വന്നു. ഇന്നത്തെ കാലത്തും ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ദൂതന്റെ സാന്നിധ്യം അനുഭവിച്ചുവെന്ന് പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വെല്ലുവിളികളോ അപകടങ്ങളോ വന്നാൽ പോലും തങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ഒരു സാന്നിധ്യത്തെക്കുറിച്ച് പലരും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥനാ സമയത്തോ അല്ലെങ്കിൽ ധ്യാനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഒരുപാട് ആവശ്യമുള്ള സമയങ്ങളിലോ നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ സമയം തന്നെ നിർത്തുക. എന്നിട്ട് ആ സാന്നിധ്യം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. ദൂതന്മാർ എന്തോ യക്ഷിക്കഥകളല്ല, അവർ യാഥാർത്ഥ്യമായിട്ടുള്ളവരാണ്. അവർ സജീവവുമാണ്. ബൈബിൾ പറയുന്നതനുസരിച്ച് അവർ ഏത് സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്.
നിങ്ങൾ ചിലപ്പോൾ അവരെ കാണണമെന്നില്ല, ചിലപ്പോൾ അവരുടെ ശബ്ദം കേട്ടു എന്നും വരില്ല. പക്ഷേ നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് ആ അടയാളങ്ങൾ കാണാനായിട്ട് കഴിയും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.